ഇന്നലെ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിരുന്നു. വാട്ടർ അതോറിറ്റി പണി നടക്കുന്നതിനാൽ ഇന്ന് രാവിലെ 10 മണി മുതലുള്ള 3 ദിവസത്തേക്ക് ശുദ്ധജല ക്ഷാമം കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ കരിക്കകം, അണമുഖം വാർഡുകളും അതോടൊപ്പം തന്നെ പേട്ട വാർഡിൻ്റെ ഒരു ഭാഗം ഒഴികെ, പേട്ട വാർഡ് തിരുവനന്തപുരം മണ്ഡലമാണ്, പേട്ട വാർഡ് കടകംപള്ളിയായിട്ട് ചേർന്ന ആ ഭാഗം ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടും. അതായത് കഴക്കൂട്ടം അസംബ്ലി മണ്ഡലത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ 2 വാർഡുകളും പേട്ട വാർഡിൻ്റെ കടകംപള്ളിയോട് ചേർന്ന ഒരു ഭാഗവും ഒഴികെയുള്ള സ്ഥലങ്ങളിൽ മെഡിക്കൽ കോളേജ് വാർഡും കുടിവെള്ളക്ഷാമം പ്രശ്നം ഉണ്ടാവില്ല. കരിക്കകം, മെഡിക്കൽ കോളേജ്, അണമുഖം വാർഡുകളും പേട്ട വാർഡിൻ്റെ ഒരു ഭാഗം ഒഴികെയുള്ള മറ്റുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം 3 ദിവസത്തേക്ക് അനുഭവപ്പെടും. അത് വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ടാണ്. 3 ദിവസം കൊണ്ട് ആ വർക്കുകൾ പൂർത്തിയാക്കാൻ സാധിക്കുമെങ്കിലും ഒരാഴ്ച വരെ ഒരു പക്ഷേ ഇത് കുറച്ച് ബുദ്ധിമുട്ട് നീണ്ടു നിന്നേക്കും. 3 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് പണി അവസാനിപ്പിച്ച് വർക്കുകൾ അവസാനിപ്പിച്ച് വെള്ളം എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് വാട്ടർ അതോറിറ്റി വർക്ക് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് ബദൽ സംവിധാനം ഒരുക്കുവാൻ വേണ്ടി കോർപ്പറേഷൻ ചില തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി ഇത്തരം കാര്യങ്ങൾ അറിയിച്ച സാഹചര്യത്തിൽ കോർപ്പറേഷന് ഏതു തരത്തിലാണ് ഇക്കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടത്തി. ഇന്നലെ രാത്രി ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ്റെ ഞങ്ങളുടെ കയ്യിലിപ്പം നിലവിലുള്ള 3000 മുതൽ 5000 വരെ ലിറ്റർ കപ്പാസിറ്റിയുള്ള 65 ടാങ്കറുകൾ കോർപ്പറേഷൻ്റെ കൈവശം നിലവിലുണ്ട്. ഈ ടാങ്കറുകൾ യഥേഷ്ടം ആ ഭാഗത്ത് ശുദ്ധജലവുമായി എത്തിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 15000 ലിറ്ററിൻ്റെ 7 ടാങ്കറുകൾ എല്ലാ സമയവും കുടിവെള്ളം നിറച്ച് ഈ മേഖലകളിലുണ്ടാകും. ഇട റോഡുകളിൽ ഓടാൻ വേണ്ടി 2000 ലിറ്റർ, 3000 ലിറ്റർ, 5000 ലിറ്റർ, ഈ 15000 ലിറ്ററിൻ്റെ വാഹനം എല്ലാ ഇട റോഡുകളിലും പോകില്ല. അപ്പോൾ 2000 ലിറ്റർ, 3000 ലിറ്റർ, 5000 ലിറ്ററിൻ്റെ ചെറിയ ടാങ്കറുകൾ ഇട റോഡുകളിൽ പോകാൻ കണക്കിന് കഴക്കൂട്ടത്തുണ്ടാകും. ആ ടാങ്കറുകൾ വെള്ളം തീർന്നാൽ അത് വെൻഡിങ് പോയിൻറ്റുകളിലേക്ക്, ഉദാഹരണത്തിന് PTP, വെള്ളയമ്പലമൊക്കെ വന്ന് വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടി സമയമെടുക്കുന്നതുകൊണ്ട് തന്നെ 15000 ലിറ്ററിൻ്റെ 7 ടാങ്കറുകൾ കഴക്കൂട്ടത്ത് തന്നെ ഉണ്ടാകും. അപ്പോൾ ചെറിയ ടാങ്കറുകൾ വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഇവർക്ക് വെൻഡിങ് പോയിൻറ്റ് 10-20 കിലോമീറ്റർ റോഡ് ബ്ലോക്കിൽ ഓടി ഇവിടെ വരേണ്ട ആവശ്യമില്ല. കഴക്കൂട്ടത്ത് നിന്ന് തന്നെ വെള്ളം നിറയ്ക്കാം. കാരണം നമ്മുടെ 15000 ലിറ്ററിൻ്റെ കോർപ്പറേഷൻ്റെ ടാങ്കറുകൾ തന്നെ 7 ടാങ്കറുകൾ ആ ഭാഗത്തുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ പ്രദേശത്തുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഇവരെയൊക്കെ തന്നെ പ്രത്യേകം സ്ക്വാഡായി ആ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ക്ലീൻ സിറ്റി മാനേജർ 2 ശ്രീ പ്രകാശ്, അദ്ദേഹത്തിന് ഇതിൻ്റെ പ്രത്യേക ചാർജ് കൊടുത്തിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം തീരുന്നതുവരെ കോർപ്പറേഷൻ്റെ മെഷീനറി ചലിപ്പിക്കുവാനുള്ള പ്രത്യേക ചാർജ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് 9446677838 9446677838 ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ എവിടെയാണോ കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നത് ആ പ്രദേശങ്ങളിലേക്ക് യഥേഷ്ടം ടാങ്കറുകൾ എത്തിക്കുവാൻ വേണ്ടി ഉള്ള ഫോൺ നമ്പറാണ്. അതിൽ ഞങ്ങളുടെ HS പ്രകാശനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ശുദ്ധജലം എത്തിക്കുന്നത് പൂർണ്ണമായും സൗജന്യമായിട്ടായിരിക്കും. ശുദ്ധജലത്തിൻ്റെയോ ടാങ്കറിൻ്റെയോ പണം നൽകേണ്ട ആവശ്യമില്ല. പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടായിരിക്കും കുടിവെള്ളക്ഷാമം നേരിടുന്ന ദിവസങ്ങളിൽ വീടുകളിലും അതുപോലെ തന്നെ മറ്റുള്ള ഇപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്. കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ ഏത് തരത്തിലാണോ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് ചെയ്യണം. കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ ഏത് തരത്തിലാണോ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ തുടരണം. വീടുകൾ വെള്ളം എത്തിക്കുന്നതിന് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടായിരിക്കും. ഇതാണ് വാട്ടർ അതോറിറ്റി ഞങ്ങളെ ഔദ്യോഗികമായി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷന് ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങൾ ചെയ്തിട്ടുള്ള അറേഞ്ച്മെൻറ്റ്. അവർ സംസാരിച്ചത് 3 ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാക്കി ശുദ്ധജലം വീണ്ടും എത്തിക്കാൻ സാധിക്കുമെന്നാണ് സംസാരിച്ചത്. പക്ഷേ ഞങ്ങൾ ശുദ്ധജലക്ഷാമം തീരുന്നത് വരെ ഈ മെക്കാനിസം തുടരാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വർക്ക് വരുമ്പോൾ എന്തെങ്കിലും എയർ ബ്ലോക്ക് അങ്ങനെ വരികയാണെങ്കിൽ അത് നമ്മൾ മുൻകൂട്ടി കാണണമല്ലോ. മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റുന്നതിലപ്പുറം എന്തെങ്കിലും സാഹചര്യം വന്നാൽ നമ്മൾ അതുകൂടി മുൻകൂട്ടി കാണണം.
അപ്പോൾ ഇക്കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണം. കുടിവെള്ളക്ഷാമം ഉണ്ടാകുമെന്നുള്ള ആശങ്ക വേണ്ട. അതോടൊപ്പം തന്നെ ടാങ്കറുകൾ കയറാൻ സാധിക്കാത്ത ഇടറോഡുകളുണ്ടാവും. അവിടെ റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് പരിഹരിക്കുവാനുള്ള ഇടപെടലുകളും നടത്തണം. അതാത് സ്ഥലത്തുള്ള ജനപ്രതിനിധികളെയും അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യം. അവർ ഇടപെട്ട് നടത്തണം. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, പാചകവാതക ക്ഷാമം ചില സ്ഥലങ്ങളിൽ നേരിടുന്നുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ ചില മാധ്യമപ്രവർത്തകർ മേയറെ അതുപോലെ തന്നെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയൊക്കെ വിളിച്ചിട്ട് നമ്മുടെ ശ്മശാനങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരാശങ്കയും വേണ്ട. നമ്മുടെ തൈക്കാട് ശ്മശാനത്തിലും അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്തുള്ള കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള ശ്മശാനത്തിലും ആവശ്യത്തിന് വാതകം ഗ്യാസ് സിലിണ്ടറുകൾ സപ്ലൈ ചെയ്യുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരവും അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയും ഈ 2 സ്ഥാപനങ്ങളിലേക്കും സിലിണ്ടർ സപ്ലൈ ചെയ്യുന്ന ഏജൻസികളുമായി ഞങ്ങൾ നേരിട്ട് സംസാരിച്ച് ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആവശ്യമായ ഇന്ധനം കരുതിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഒരാശങ്കയ്ക്ക് ഇപ്പോഴത്തെ അപ്പോൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള വാർത്തകൾക്ക് പ്രചാരണം കൊടുക്കരുത്. ജനങ്ങളെ ആശങ്കയിലാഴ്ത്തും. ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ നേരത്തെ അറിഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ മുൻകരുതലുകൾ സ്വീകരിച്ചും ഏജൻസികളുമായി നിരന്തരം ബന്ധപ്പെട്ടും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ആവശ്യത്തിനുള്ള എല്ലാ സ്റ്റോക്കുണ്ട്.